പ്രിയമുള്ളവരെ, മുൻപൊരിക്കലുമില്ലാത്ത വിധം സോഷ്യൽ മീഡിയയും ഇൻഫർമേഷൻ ടെക്നോളജിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് 2026 കേരള നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ചില സർവേകളിൽ വി ഡി സതീശൻ്റെ പേര് അഥവാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ കേരളീയർ പരിഗണിക്കുന്ന പേര് വി ഡി സതീശൻ്റെത് എന്ന് ഉയർന്നു വന്നപ്പോൾ തന്നെ ഇടതു പ്രൊഫൈലുകൾ അദ്ദേഹത്തെ ആക്രമിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തെ കുറ്റക്കാരനും കുറ്റാരോപിതനുമാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കുവാൻ തക്കവണ്ണമുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. യു ഡി എഫിൻ്റെ സൈബർ വിങ്ങുകളും ശക്തമായി ജനകീയ പിന്തുണയുള്ള LDF നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് സാധ്യതകളുണ്ട്, UDFന് സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശകലനങ്ങളിലും വിശദീകരണങ്ങളിലും ഒക്കെ മനസ്സിലാക്കുന്നതെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിനുള്ള സാധ്യതകൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. കാരണം LDFൻ്റെ ജനകീയ അടിത്തറ, അതുപോലെ അവരുടെ MLAമാർ ജനകീയരാണ്. മാത്രമല്ല കേഡർ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് LDF. അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് കഴിയും. 2019 ലോക്സഭാ ഇലക്ഷനിലും അവർ പരാജയപ്പെട്ടുവെങ്കിലും ആ പരാജയത്തിൻ്റെ കേടുപാടുകളൊക്കെ പഠിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് അവർക്ക് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശന വിഷയത്തിൽ അനുകൂലിച്ചതിനെ CPMന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന ഒരു വിലയിരുത്തൽ ആ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായി. അത് തിരുത്തുന്ന നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയി, ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വിജയിച്ചു വരുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പരാജയം CPM ഉൾക്കൊണ്ട് അവരുടെ തെറ്റുകുറ്റങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള പ്രവണത അവർ കാണിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ UDFന് തിരിച്ചടിയാകും. ആ ഒരു കാര്യം UDF വിലയിരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപക്ഷെ UDFന് മൂന്നാമത് ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കുവാനുള്ള അവസരം ലഭിച്ചേക്കാം. എന്തായാലും നിലവിലുള്ള സാഹചര്യങ്ങളിൽ UDFന് തന്നെയാണ് ഒരു മേൽ കൈയുള്ളത്. പക്ഷേ നെക്ക് ടു നെക്ക്, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ UDF അധികാരത്തിൽ എത്തും എന്നു തന്നെയാണ് വിശകലനങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, വടക്കൻ ജില്ലകളിൽ UDFന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ്. നേരത്തെ കോഴിക്കോട് 20 വർഷത്തിലധികമായി UDFനല്ല ലീഗിന് അവിടെ MLAമാരുണ്ടായിരുന്നു. കോൺഗ്രസിന് MLAമാരുണ്ടായിട്ട് അതൊക്കെയും കോൺഗ്രസ് പരിഹരിക്കും. വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ് വലിയ നേട്ടം കൈവരിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മലപ്പുറം ലീഗിൻ്റെ ബലത്തിൽ വിജയിച്ചു കയറുമ്പോൾ കോഴിക്കോട് ലീഗും കോൺഗ്രസും ഒന്നുപോലെ നേട്ടങ്ങളുണ്ടാക്കും എന്നു തന്നെയാണ് എല്ലാ സർവേകളും വ്യക്തമാകുന്നതും. അങ്ങനെ തന്നെയാണ് പഠന റിപ്പോർട്ടുകളെ കാണിക്കുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് അവിടെ 3-2 എന്ന നിലവിലുള്ള സ്ഥിതി തുടരാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ ലീഗിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം അവിടെ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് സുരേന്ദ്രനാണ്. 2 പ്രാവശ്യം അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് സീറ്റ് നഷ്ടപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം 89 വോട്ടുകൾക്കായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 895 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം അവിടെ SDP സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുന്നു. SDP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞുപോയ പഞ്ചായത്ത് ഇലക്ഷനിൽ മഞ്ചേശ്വരം മണ്ഡലത്തിന് കീഴിൽ ഏകദേശം 7000-ലധികം വോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വെറും 895, 89 എന്നീ വോട്ടുകൾക്ക് മാത്രം ലീഗ് ജയിക്കുന്ന ആ മണ്ഡലത്തിൽ 7000 വോട്ടുകൾ SDP ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വോട്ട് SDP സ്ഥാനാർത്ഥി പിടിച്ചാൽ ഒരുപക്ഷെ ലീഗ് അവിടെ പരാജയപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഗ് വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വടക്കൻ മലബാറിൽ ഒരു വലിയ മേധാവിത്വം UDFന് ഉണ്ടാകും എന്ന് പറയുമ്പോൾ പോലും പാലക്കാട് UDF ഒരുപക്ഷെ സീറ്റ് നില മെച്ചപ്പെടുത്തിയേക്കാമെങ്കിലും ടോട്ടൽ സീറ്റുകളുടെ ഒക്കെ ഈ നിലയിൽ LDF തന്നെയായിരിക്കും മുന്നിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ എറണാകുളം ജില്ലയിൽ ഒരുപക്ഷെ മുഴുവൻ സീറ്റും UDF പിടിച്ചെടുത്തേക്കാം. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ LDF അവരുടെ അപ്രമാദിത്വം നിലനിർത്തും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഒരുപക്ഷെ 1-2 സീറ്റുകൾ അധികം നേടിയേക്കാമെങ്കിലും 2021 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലെ തൃശ്ശൂർ ജില്ലയിലെ ഏകദേശം പകുതിയിൽ അല്ലെങ്കിൽ ഒരു 60-70% സീറ്റുകളിൽ അധികവും LDF തന്നെ നിലനിർത്തും എന്നു തന്നെയാണ് സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത്. അതായത് നെക്ക് ടു നെക്ക് പോരാട്ടം, ഒരു ജില്ലയിൽ LDFനാണ് മുൻതൂക്കമെങ്കിൽ മറ്റൊരു ജില്ലയിൽ UDFനാണ് മുൻതൂക്കം എന്ന നിലയിൽ തന്നെയാണ് എല്ലാ പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് എന്ന ഒരു കാര്യമുണ്ട്. വടക്കൻ മലബാറിൽ മുസ്ലിം മത ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ മിക്ക മുസ്ലിം സംഘടനകളും ഇപ്പോൾ UDFനോടൊപ്പമാണ്. മധ്യ തിരുവിതാംകൂറിൽ ക്രൈസ്തവ വിഭാഗം UDFനോടൊപ്പം നിൽക്കും. കാരണം ഒരു വിഭാഗം BJPക്ക് അനുഭാവം പ്രകടിപ്പിക്കും എന്ന് കരുതിയെങ്കിലും തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഒപ്പം
ക്രൈസ്തവ സമുദായം വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നടന്ന ചില ക്രൈസ്തവ പീഡനങ്ങൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവർ UDFിനോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ തൃശ്ശൂരിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടായിരിക്കും. അവിടെ LDF മേധാവിത്വം നിലനിർത്തും. തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് അത് പ്രവചനീയം തന്നെയാണ്. കാരണം കൊല്ലം ജില്ലയിൽ ഒരുപക്ഷെ ചവറയും കുന്നത്തൂരും ഒക്കെ UDF പിടിച്ചെടുത്തേക്കാം. പക്ഷേ ടോട്ടൽ സീറ്റ് നിലയിൽ LDF തന്നെയായിരിക്കും മുന്നിൽ എന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ 3-4 സീറ്റുകൾ UDF അധികം നേടിയേക്കാം. എങ്കിലും മൊത്തമുള്ള 14 സീറ്റുകളിൽ ഏകദേശം 8-9 സീറ്റുകൾ LDF നേടി മുന്നിലെത്തിയേക്കാം എന്നു തന്നെയാണ് ഇതികളൊക്കെ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നെക്ക് ടു നെക്ക് പോരാട്ടമായിരിക്കും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എങ്കിലും UDF പത്തനംതിട്ടയിലും കോട്ടയത്തും അവർ നേട്ടമുണ്ടായേക്കാം. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ അത് പരമ്പരാഗതമായി UDF വോട്ടുകളാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റേത്. അത് തിരികെ വന്നേക്കാം UDFിലേക്ക്. അതുകൊണ്ട് കോട്ടയം ജില്ലയിൽ UDF നേട്ടമുണ്ടായേക്കാം. അതായത് ഓരോ ജില്ലയിലും വ്യത്യസ്തമായ റിസൾട്ട് തന്നെയാണ് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായ പ്രത്യേകത. ഇനി കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഘടകം കുറച്ചധികം സീറ്റുകൾ, അതായത് LDFുമായി പിരിഞ്ഞു പോകുന്ന കുറച്ചധികം ആളുകൾ UDFിൻ്റെ ബാനറിൽ മത്സരിക്കുന്നുണ്ട്. നാട്ടികയിൽ C. മുകുന്ദൻ ഇന്ന് UDF സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുന്നു. കൊട്ടാരക്കരയിൽ ഐഷാപ്പൊറ്റി, അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിക്കും എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സുരേഷ് കുറുപ്പ് ഒരുപക്ഷെ ഏറ്റുമാനൂരിൽ മത്സരിച്ചേക്കാം. ഒറ്റപ്പാലത്ത് P. ശശി UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവരെല്ലാവരും കൂടി ഒരു 6-7 സീറ്റുകളുണ്ട്. അതിൽ ഒരു 3 സീറ്റോളം LDFിൻ്റെ കുത്തക സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ടോട്ടൽ ഒരു അവലോകനം വരുമ്പോൾ UDF ഒരു 72-74 സീറ്റുകളൊക്കെ എത്തപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മതന്യൂനപക്ഷ വോട്ടുകൾ UDFിന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ തെക്കൻ തിരുവിതാംകൂറിലോട്ട് വരുമ്പോൾ ഈഴവ വോട്ടുകൾ ഒരുപക്ഷെ LDFിന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടാം. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആ വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ടായിരുന്നു കേന്ദ്രീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആറ്റിങ്ങൽ പോലെ ഇടതുപക്ഷത്തിന് വലിയ ആഭിമുഖ്യമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ V. മുരളീധരൻ കേന്ദ്രമന്ത്രി BJP സ്ഥാനാർത്ഥി വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചത്. പക്ഷേ അത് ഒരുപക്ഷെ LDFിലേക്ക് തിരികെ വരാനാണ് സാധ്യത. 2019 ലോക്സഭാ ഇലക്ഷനിൽ വോട്ടുകൾ BJPയിലേക്ക് പോയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് CPMലേക്ക് തിരികെ വന്നിരുന്നു. എന്തായാലും അതിനുള്ള പ്രവണതകൾ, അതിനുള്ള വർക്കുകൾ വെള്ളാപ്പള്ളി നടേശനൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ NSSൻ്റെ ഒരു നിലപാടും LDFിന് അനുകൂലമായതുകൊണ്ട് തെക്കൻ കേരളത്തിൽ ഒരു LDF അനുകൂലമായ വിധിയെഴുത്തായിരിക്കും ഉണ്ടാകുക. സമുദായിക സംഘടനകൾ LDFിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ. ഒരുപക്ഷേ LDFിനോടൊപ്പമല്ല ഈഴവ വോട്ട് ബാങ്ക്, അവർ BJPക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ തെക്കൻ കേരളത്തിലും LDFിന് തിരിച്ചടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷം UDFിന് ലഭിക്കും. അതല്ലെങ്കിൽ നെക്ക് ടു നെക്ക് ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്താനുള്ള സാധ്യത. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.